ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ, ശാസ്ത്ര മുന്നേറ്റങ്ങളെ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാൻ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ വിദേശ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന അജണ്ടകളോ മാത്രം മതിയാവും. നമ്മുടെ രാജ്യം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കാണുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകരും ബുദ്ധിജീവികളും വിളിക്കുന്ന പേരാണ് ദിമാഗി നക്സലിസം അഥവാ അർബൻ നക്സലിസം. തോക്കും കാട്ടുപാതകളും ഉപേക്ഷിച്ച് നഗരങ്ങളിലെ AC മുറികളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചില മാധ്യമ ഇടങ്ങളിലും ഇരുന്ന് രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്കെതിരെ വ്യാജ ഭീതി നിർമ്മിക്കുന്ന രാഷ്ട്രീയ നാടകം. വികസനത്തോടുള്ള നിരന്തരമായ അവിശ്വാസം, ശാസ്ത്രീയ മുന്നേറ്റങ്ങളെ അന്ധവിശ്വാസം എന്ന മുദ്രകുത്തി തടയൽ, ഭരണഘടനാ സ്ഥാപനങ്ങളോടും കോടതികളോടും ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കൽ, പരിസ്ഥിതിയുടെയും അവകാശങ്ങളുടെയും മറവിൽ ജനങ്ങളെ തമ്മിലടുപ്പിക്കൽ, ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്ന ജനരോഷമല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് സ്പോൺസർ ചെയ്ത അരാജകത്വത്തിന്റെ തന്ത്രങ്ങളാണ്. ഇവർക്ക് നാടിനോടോ ഇവിടുത്തെ സാധാരണക്കാരോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല. എന്നാൽ ഇവിടെ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നവരോ യഥാർത്ഥ പരിസ്ഥിതി ആശങ്കകൾ ഉന്നയിക്കുന്നവരോ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സമാധാനപരമായി സമരം ചെയ്യുന്നവരോ ആയ സാധാരണ പൗരന്മാർ ദിമാഗി നക്സലുകൾ അല്ല. ജനാധിപത്യത്തിൽ വിയോജിപ്പും പ്രതിഷേധത്തിനും പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആശങ്കകളെയും വിയോജിപ്പിനെയും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി രാജ്യത്തിനെതിരെ ഭയവും വ്യാജ പ്രചരണവും കലാപവും അഴിച്ചുവിട്ട് പദ്ധതികൾ മുടക്കുമ്പോൾ അത് ജനാധിപത്യമല്ല, അത് രാജ്യദ്രോഹപരമായ വികസന വിരുദ്ധതയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ വർഷങ്ങളോളം പിന്നോട്ടടിച്ച അത്തരം 4 വൻകിട പദ്ധതികളുടെയും പുതിയ കാലത്തെ മുന്നേറ്റങ്ങളുടെയും സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായ വസ്തുതകളോടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം 2000 മെഗാവാട്ടിലധികം ശുദ്ധമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായ സമരങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. ഭീതിജനകമായ പ്രചാരണങ്ങളാണ് അന്ന് നാടൊട്ടുക്കും അഴിച്ചുവിട്ടത്. ആണവ നിലയം പൊട്ടിത്തെറിക്കും, കടൽ തിളച്ചുമറിയും, മത്സ്യസമ്പത്ത് നശിക്കും തുടങ്ങി ജനങ്ങളിൽ അനാവശ്യ ഭീതി വിതച്ച വൻകിട പ്രതിഷേധങ്ങളാണ്. ആരായിരുന്നു ഈ സമരങ്ങൾക്കെല്ലാം പിന്നിൽ? എന്തായിരുന്നു ഇവരുടെ എല്ലാം യഥാർത്ഥ ലക്ഷ്യം? ഇന്ത്യ ഊർജ്ജ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും തടയാൻ ആഗ്രഹിച്ച ചില വിദേശ ശക്തികളുടെയും അവർ നൽകിയ ഫണ്ടിൽ പ്രവർത്തിച്ച ചില NGOകളുടെയും തന്ത്രമായിരുന്നു ആ സമരം. വിദേശ ഫണ്ട് തടയാൻ കേന്ദ്ര സർക്കാർ അന്ന് കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ തടസ്സങ്ങൾ നിർമ്മിക്കാനും സമരക്കാർക്ക് രാഷ്ട്രീയ പിന്തുണ നൽകാനും ദേശീയ നേതാക്കൾ വരെ അന്നത്തെ സമരഭൂമികളിലേക്ക് എത്തി എന്നത് ചരിത്രപരമായ സത്യമാണ്. ശാസ്ത്രീയ പരിശോധനകൾക്ക് പകരം കേവലം വ്യാജ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ കുപ്രചരണങ്ങളെ 2013 സുപ്രീം കോടതി പൂർണ്ണമായും തള്ളി പറഞ്ഞു. സുപ്രീം കോടതി വിലയിരുത്തൽ പ്രകാരം കൂടംകുളം പദ്ധതി ദേശീയ നയത്തിന്റെ ഭാഗമാണെന്നും ആവശ്യമായ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാരിസ്ഥിതിക അനുമതികളും പാലിച്ചിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അതിവേഗ വളർച്ചയ്ക്ക് ആണവോർജം ഒഴിവാക്കാനാവാത്ത ഘടകമാണെന്ന് സുപ്രീം കോടതി അടിവരയിട്ടു. ഇന്ന് കൂടംകുളം നിലയം സുരക്ഷിതമായി പ്രവർത്തിക്കുകയും ദക്ഷിണേന്ത്യയിലെ ലക്ഷക്കണക്കിന് വീടുകൾക്കും വ്യവസായങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി നൽകുകയും ചെയ്യുന്നു. അന്ന് ആ സമരം ജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ദക്ഷിണേന്ത്യ കടുത്ത ഊർജ്ജക്ഷാമത്തിൽ ഇരുട്ടിലായേനെ. ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ പണിത സർദാർ സരോവർ പദ്ധതിക്കെതിരെ നടന്ന നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭങ്ങൾ ലോക ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. കുടിയൊഴിപ്പിക്കൽ, ആദിവാസി അവകാശങ്ങൾ, പരിസ്ഥിതി നാശം എന്നിവയെല്ലാം ഉയർത്തിക്കാട്ടിയാണ് പദ്ധതി വർഷങ്ങളോളം നിയമ പോരാട്ടങ്ങളിലും പ്രതിഷേധങ്ങളിലും തളച്ചിടപ്പെട്ടത്. തീർച്ചയായിട്ടും ഒരു ഭീമൻ ഡാം പണിയുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനങ്ങളുടെ പുനരധിവാസവും പരിസ്ഥിതി സംരക്ഷണവും അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ്. സർക്കാരുകൾ അത് നിർബന്ധമായിട്ടും ഉറപ്പാക്കണം. എന്നാൽ ഡാം നിർമ്മാണം പൂർണ്ണമായും തടയുക എന്ന തീവ്ര വികസന വിരുദ്ധ നിലപാടാണ് ഇവിടെ ദിമാഗി നക്സലിസത്തിന്റെ രൂപത്തിൽ പുറത്തു വന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകി. അതോടൊപ്പം കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിവാസികൾക്കും കർഷകർക്കും നീതിയുക്തമായ പുനരധിവാസവും നഷ്ടപരിഹാരവും നൽകുന്നുണ്ടെന്ന് ഭരണകൂടം ഉറപ്പുവരുത്തണമെന്ന് കോടതി ഉത്തരവിട്ടു. അപ്പോൾ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും വരണ്ട കച്ച്, സൗരാഷ്ട്ര മേഖലകളിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് ഇന്ന് നർമ്മദയിലെ വെള്ളം ലഭിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയിൽ കൃഷി സമൃദ്ധമായി. അതുപോലെ തന്നെ ഈ ഡാം പ്രൊജക്ടിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഉയർന്നപ്പോൾ അതിനെയും പലരും പരിഹസിച്ചു, ഇപ്പോഴും പരിഹസിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പ്രതിമാസം ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ലോകോത്തര ടൂറിസം കേന്ദ്രമായി അത് മാറി.
പ്രാദേശിക ആദിവാസി വിഭാഗങ്ങൾക്ക് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും സംരംഭകത്വമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. വികസനത്തെയും പരിസ്ഥിതിയെയും പരസ്പരം ശത്രുക്കളായി ചിത്രീകരിക്കാതെ കൃത്യമായി പുനരധിവാസവും നീതിയും ഉറപ്പാക്കി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ വികസനത്തിന്റെ ഗുണം ലഭിച്ചത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ്. കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടം മാത്രമല്ല, ഇന്ത്യയുടെ സമുദ്ര വ്യാപാര സമവാക്യങ്ങൾ തന്നെ മാറ്റി എഴുതാൻ ശേഷിയുള്ള വിപ്ലവകരമായ പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ മദർ പോർട്ട്. ഇന്ത്യയിലെ 75% ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകളും ഇതുവരെ കൊളംബോ, സിംഗപ്പൂർ, സലാല തുറമുഖങ്ങൾ വഴിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇതിലൂടെ പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യമാണ് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയിരുന്നത്. അത് ഓർക്കണം. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ഭീമമായ തുക ഇന്ത്യക്ക് ലഭിക്കുകയും ചരക്കു നീക്ക സമയം വൻതോതിൽ കുറയുകയും ചെയ്യും. വിഴിഞ്ഞത്ത് സത്യത്തിൽ നമ്മൾ എന്താ കണ്ടത്? നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ തീരശോഷണം ചൂണ്ടിക്കാട്ടി അതിശക്തമായ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും പോലീസ് സ്റ്റേഷൻ ആക്രമണം വരെ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന തീവ്ര നിലപാടിലേക്ക് സമരക്കാർ എത്തി. കേരള സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വിലയിരുത്തലുകളിൽ ഇത് കേവലം പ്രാദേശിക പ്രതിഷേധമല്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര ഭൂപടത്തിൽ വിഴിഞ്ഞം വരുന്നത് ഭയക്കുന്ന വിദേശ ശക്തികളുടെ സഹായത്തോടെ സ്പോൺസർ ചെയ്യപ്പെട്ട ഒരു സമരമാണെന്നും വ്യക്തമായതാണ്. ശാസ്ത്രവും നിയമവും പറഞ്ഞതെന്ത് എന്ന് പറയുമ്പോൾ, അതായത് പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതി ചോദ്യം ചെയ്തുള്ള ഹർജികൾ ദേശീയ ഹരിത ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും എത്തി. NGT കേസ് വിശദമായി പരിശോധിക്കുകയും വിദഗ്ധ സമിതിയുടെ പഠനങ്ങൾ വിലയിരുത്തുകയും ചെയ്ത ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഉത്തരവിട്ടു. തുടർച്ചയായ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ന് വിഴിഞ്ഞത്ത് വൻകിട മദർഷിപ്പുകൾ അടുത്തടുത്ത് നങ്കൂരമിടുമ്പോൾ നാടിന് ലഭിക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ശതകോടികളുടെ നിക്ഷേപവുമാണ്. അന്നത്തെ കലാപങ്ങൾക്ക് വഴിപ്പെട്ട് ആ പദ്ധതി ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിനും ഇവിടുത്തെ യുവതലമുറയ്ക്കുമായിരുന്നു. ആ തിരിച്ചറിവാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാകേണ്ടതും ഉണ്ടാവുന്നതും. കഴിഞ്ഞ കാലങ്ങളിൽ ഭൗതികാടിസ്ഥാന സൗകര്യങ്ങളെയാണ്, അതായത് പോർട്സ്, ഡാംസ്, പവർ പ്ലാന്റ്സ് ഇവയിൽ ലക്ഷ്യമിട്ടതെങ്കിൽ ഭാവിയിൽ അവർ ലക്ഷ്യമിടാൻ പോകുന്നത് സാങ്കേതിക വിദ്യയാണ്. ഇന്ന് ഇന്ത്യ ആഗോളതലത്തിൽ കുതിച്ചുയരുന്നത് കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിലാണ്. പാർലമെന്ററി സമിതി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ AI മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണെന്നാണ്. അപ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ അഭിമാനിക്കേണ്ട നിമിഷമാണ്, തിരിച്ചറിവ് വരേണ്ട സമയമാണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.